കൊണ്ടുപോവാടി. എല്ലാം ഒന്ന് നേരെ ചൊവ്വ ആവട്ടെന്ന് കരുതി. പിന്നെ രാജാവും മന്ത്രിയും പരിവാരങ്ങളൊക്കെ ആയി. ഒരു രാജ്ഞിയുടെ കുറവ് കൂടി ഉണ്ടവിടെ. ചിരിക്കൊന്നും വേണ്ട. ആ കുറവ് നികത്താൻ അമ്മാവനെ കാണാൻ ഇന്നോ നാളെയോ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. രാജാവാക്കിയത് പോരെ, ഇനി പട്ടമഹിഷിയും അമ്മാവൻ തന്നെ സംഘടിപ്പിച്ചു തരണോ? പട്ട ഞാൻ സംഘടിപ്പിച്ചോളാം. പക്ഷെ എന്നെ മഹിഷി അമ്മാവന്റെ കസ്റ്റഡിയിലാക്കി പോയില്ലേ? മോഹം കൊള്ളാം. നിനക്കെന്താ മോഹമില്ലേ? മോഹിച്ചാ പോരല്ലോ, തീരുമാനിക്കേണ്ടത് അച്ഛനല്ലേ? അമ്മാവൻ സമ്മതിക്കും, അതെനിക്ക് ഉറപ്പാ. ഒരു ദിവസം ഞാൻ വരും പല്ലക്കുമായിട്ട് എന്റെ തമ്പുരാട്ടിയെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ. പല്ലക്കൊന്നും ഹിസ് ഹൈനസ് അനന്ത പത്മനാഭന്റെ കൊട്ടാരത്തിൽ ഒരുപാട് ജോലികളുണ്ട്. പോട്ടെ. എവിടെ? പറമ്പിൽ കക്കൂസിന്റെ പുറകില് വെള്ള സാരി കൊടുത്ത്. അത് നീ അവിടെ ചെന്ന് കുത്തിയിരുന്നപ്പോ നിന്റെ നേരെ കണ്ടതായിരിക്കും. ഞാൻ വെള്ള സാരി കൊടുത്തോണ്ടല്ലോ കുത്തിയിരുന്നത്. ഇത് തമ്പുരാട്ടിയുടെ പ്രേതം തന്നെ. തമ്പുരാനും ഉണ്ടായിരുന്നു. ഭാര്യയെ ആദ്യം അയച്ചതായിരിക്കും നമ്മളെ കുറിച്ച് അന്വേഷിക്കാൻ. ഇത് പ്രേതം തന്നെ. വെള്ള സാരി, പുക, പാട്ട്, നമ്മൾ രണ്ടും കട്ട പുക. പാട്ട് അവിടെ എവിടെന്ന്? അയ്യോ, ഇത് ഞാനാ. ഇപ്പൊ വക്കീലിന് വിശ്വാസമായോ? ഇത്രയും കാലം വിശ്വാസമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ പ്രേതങ്ങൾ ഒത്തുതീർപ്പിന് വഴങ്ങോ? ഒടുക്കത്തെ തീർപ്പിനേ വഴങ്ങൂ. ഞാൻ നോക്കിയിട്ട് ഇതിന് രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയെ കാണുന്നുള്ളൂ. എന്ത് വഴി? ഈ വഴി. ഇതിനടിയിൽ കൂടി വഴി ഉണ്ടായിരുന്നോ? ഓ, ത്വരങ്കം. ഇതെവിടെ പോയി? ഇതാണ് വഴി. ഇതിലൊരു 3 എണ്ണം ഫിറ്റ് ചെയ്താൽ പേടിയൊക്കെ പമ്പ അടക്കും. ഉർമിസേ, നീ പറഞ്ഞ നേരെ. 2 എണ്ണം അടിച്ചപ്പോ മനസ്സിനൊരു ധൈര്യം തോന്നുന്നു. അതല്ലേ ഇതിന്റെ ഒരു ഗുണവും. ഉർമിസേ, കസേര തനി ആടുവോ? ഒരിക്കലുമില്ല. പ്രേതം കസേര കയറിയിരുന്ന് ആടുവോ? അത് നടന്ന് ക്ഷീണിക്കുമ്പോ കസേരയല്ല ഇദ്ദേഹത്തിന്റെ മടിയിൽ നിന്ന് ആടും. ആരാണ് ആദ്യം പ്രേതത്തെ കണ്ടത്? ഞാനാ കണ്ടത്. ഇവൻ കണ്ടു, പക്ഷെ ഞാനാ കണ്ടത്. എന്നാൽ അവിടെ ഇരിക്കൂ. ആദ്യം കണ്ട ആള് മാത്രം ഇരിക്കട്ടെ. ചിരിക്കണ്ട, കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ. ഇറങ്ങി വാടി. ഞാൻ എടിയല്ല, എടായാണ്. ഇറങ്ങ്. എങ്ങോട്ട് ഇറങ്ങാൻ? പോകോ പോകോ. വക്കീലെത്തി വന്നിട്ട് പറയാൻ ഇവൻ മാത്രമാണ് കണ്ടത്. ആദ്യം കണ്ടത് പിടിക്കവനെ. പിടിച്ചു നിർത്ത്. പിടിക്കരുത്. ഈ ബാധയെ പിടിച്ചു നിർത്ത്. പോകോ പോകോ. എങ്ങോട്ട് പോകാൻ? പാലവരത്തിലേക്ക് പോകൂ. ഞാൻ പാലായിക്ക് പൊക്കോളാം. അത് പോരാ. എന്നാ ഭരണിക്കാനത്തോട്ട് പോവാം. അല്ല, മരത്തിലേക്ക് തന്നെ പോണം. മരത്തിൽ കയറാൻ തളപ്പില്ല. വാ. പോകോ. മുണ്ട് എന്റെ മുണ്ട് വിടുമന്ത്ര. പോകോ. പാലമരത്തിലേക്ക് തന്നെ പോ. അതെന്റെ തന്തയോട് പറ. നിന്നെ ഞാൻ തളയ്ക്കൂടി. എന്റെ കർത്താവേ, നീ ഇത് കാണുന്നില്ലേ? ബാധ പോകുന്നുണ്ടോ? ബോധം പോകുന്നുണ്ട്. ഇപ്പൊ പോയി.
പള്ളിയിൽ അച്ഛനെ കൊണ്ട് വെഞ്ചരിപ്പിച്ചാ മതി എന്ന് പറഞ്ഞതാ, കേട്ടില്ല. ഓ, അവന്റെ ഒടുക്കത്തെ അടി. ഇദ്ദേഹം ഒരു പേരുകേട്ട ഒത്തീർപ്പ് വക്കീലല്ലേ, ഒന്ന് പിടിച്ചു മാറ്റാനെങ്കിലും തോന്നിയില്ലല്ലോ ബ്രൂട്ടസേ. അയ്യോ, 101 അടി അടിച്ചാലേ നിന്റെ ദേഹത്ത് കൂടിയ ബാധ പോകുന്നു പറഞ്ഞിട്ട് അവന്മാര് 98 അടിച്ചുള്ളൂ. ആഹാ, അടിയൊക്കെ കൃത്യമായിട്ട് എണ്ണിയല്ലേ. പിന്നെ എന്നാതെ പൂജയ്ക്കെന്നും പറഞ്ഞ് ചൊള പോലെ തുട്ടിറക്കിയതേ ഞാനാ. നക്കി തരം പറയാതെ അനന്താ, എത്ര പോയാലെന്താ, ഇനി നമ്മള് രാജാവും മന്ത്രിയും അല്ലേ. ആണോ? ആ. പക്ഷെ ഒരു സംശയം. കേരള ചരിത്രത്തിൽ ഇന്നേ വരെ രാജാവും മന്ത്രി ഒരു മുറി കിടന്ന് ഉറങ്ങിയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഒരുമയുണ്ടെങ്കിൽ എരുമയുടെ പുറത്തും കിടക്കാവുന്ന. എന്നാ എരുമയുടെ പുറത്തോ പോത്തിന്റെ പുറത്തോ പോയി കയറി കിടന്ന് ഉറങ്ങണം മാപ്പിളെ. സപ്രപഞ്ച കട്ടിലിൽ കിടന്ന് കൊതി തീർന്നിട്ട് പോരെ എരുമയുടെ പുറത്ത് കിടക്കാൻ. പയ്യെ തിന്നാ പനയും തിന്നാമെന്നല്ലേ. എന്നുവെച്ചാണെങ്കിൽ പന എന്നോടോ? പനയല്ല, പട്ടിയെ വരെ തിരുന്നൊരുത്തിന് എനിക്കറിയാം. അതാരാ? പറയില്ല, പക്ഷെ തുപ്പി കാണിക്കാം. വാസ്കോടിയാമ വെറും വാസ്തവനാക്കരുത് കേട്ടോ. അങ്ങനെ ഒരു പഴമൊഴി ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഇത് പുതുമൊഴിയാ. എന്നാൽ എന്റെ ജാതകത്തിലും രാജയോഗം ഉണ്ടെന്ന് ചേറ്റുവായിലെ ചത്തുപോയ ചാക്കോ ചിറ്റപ്പം പറഞ്ഞിട്ടുണ്ട്. രാജകൊട്ടാരത്തിലെ തൂപ്പുകാരനെങ്കിലും ആയാ മതിയായിരുന്നു ശവം. എന്നാ കേട്ടോ, വീണ്ടും കേട്ടു. അതെന്ത് പ്യാടി? കൂടെ തന്നെ നിന്നോണേ. കണ്ടോ? ഇല്ല. അത് ഹോമവും കുർബാനയൊക്കെ വേസ്റ്റ്. നമുക്ക് ആ പഴയ ഒത്തുതീർപ്പ് പണി തന്നെ മതിയായിരുന്നു. സ്നേഹം വെളുത്തിരുന്നെങ്കിൽ സ്ഥലം വിടാമായിരുന്നു. അതുവരെ നമ്മൾ ഇവിടെ എങ്ങനെ കഴിച്ചു കൂട്ടും? ഇതൊരു പഴയ മലയാളം പടത്തിലെ പാട്ടല്ലേ? എന്നാ പഴയ മലയാളം പ്രേതമായിരിക്കും. ഇതൊരു പുതിയ തമിഴ് പാട്ടല്ലേ? എന്നാ പുതിയ തമിഴ് പ്രേതമായിരിക്കും. ഈശ്വര ചതിച്ചോ? പ്രേതത്തിന്റെ കൈ ടേപ്പ് പാടാ. ആണോ? ഇത് ദുബായിൽ നിന്ന് വന്ന അറബി പ്രേതമായിരിക്കും. അല്ലടാ പുല്ലേ, ഇത് മനുഷ്യപ്രേതമാടാ. അവള് അനന്താ, അവളെ വിടരുത്. അവൾ എങ്ങോട്ട് പോയി? അങ്ങോട്ട് പോയി നോക്കാമോ? മൊട്ടച്ചി നീയോ? നീ ഇവിടെ അറിയോ? ഇവൻ കോടതിയിൽ കള്ളസാക്ഷി പറയുന്നവനാ. ആണോടാ? എല്ലാരും അറിയും. നീ എന്തിനാ ഈ വേഷം കെട്ടി ഇവിടെ? ജീവിതം തന്നെ ഒരു വേഷം കെട്ടലല്ലേ ചേട്ടാ? അത് രാത്രി അതാടാ ഫിലോസഫി. ഞാൻ വിട്ട് പറയടാ, എന്തിനാടാ ഈ വേഷം കെട്ടിയത്? ഞാൻ പറയാ, നിങ്ങളെ ഈ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കാൻ അഡ്വക്കേറ്റ് ശങ്കരനാരായണനും മഹാദേവവർമ്മ തമ്പുരാനും കൂടെ ചേർന്ന എന്നെ ഈ ഫാൻസി ഡ്രസ് വേഷം കെട്ടിച്ച് ഇങ്ങോട്ട് അയച്ചത്. അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. അങ്ങനെയാണെങ്കിലേ ഒറിജിനൽ ഭൂതപ്രേതാദികൾ വന്നാൽ തന്നെ ഞങ്ങള് ഭരണം തുടരാൻ തീരുമാനിച്ചെന്ന് ചെന്ന് പറഞ്ഞേക്കടാ. പോടാ പോടാ പോടേ.